Assalamualaikum, welcome back to Wandering Vibes. അപ്പോൾ ദാ നമ്മളെ കല്യാണ പരിപാടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ മൈലാഞ്ചി കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഹായ് ഹായ് ഹായ്. അങ്ങനെ ശോഭു കാക്കുവിന് മൈലാഞ്ചി ഇട്ട് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. അതിന്റെ പരിപാടിയിലാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളിവിടെ കൊല്ലത്തേക്ക് എത്തിയ വ്ളോഗും മാമിന്റെ വീടും പരിസരവും എല്ലാവരും കണ്ടില്ലേ? ആ വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണും. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് ഫുള്ള് കല്യാണ തലേന്നത്തെ വീഡിയോ ആണ്. നാളെയാണ് കല്യാണം കേട്ടോ. അല്ലെ മിട്ടോ? നാളെ കല്യാണം. ഇവിടുന്ന് 8:30 പോയാൽ മതി ഞങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ കുളിച്ച് മാറ്റിയിട്ടൊക്കെ പോകും. അല്ല 8:30 6 മണിക്ക് ഇറങ്ങിയ ഫോട്ടോസ് 6 മണിക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ആവും കേട്ടോ. യെസ്, ഇവിടെ മൈലാഞ്ചിയും കാര്യങ്ങളൊക്കെ ഇടൽ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടോ. നോക്കിക്കോ ഞാൻ നോക്കിക്കോട്ടോ. ഓക്കെ. അപ്പോൾ ഷെബുവിട്ട് മൈലാഞ്ചി ഇടുന്നുണ്ട്. ഇവിടെ കാണിച്ചു തരാം. ഇത് കൊടുക്കുന്നു. ഷെബു അടിപൊളിയായിട്ട് മൈലാഞ്ചി ഇടുന്നുള്ളത് എത്ര പേർക്ക് അറിയാം? രണ്ട് ഷെബു അടിപൊളിയായിട്ട് കാലിഗ്രാഫി ഒക്കെ വരക്കും കേട്ടോ. അതിന്റെ ഒരു സൂപ്പറായിട്ട് വരക്കും. അപ്പൊ അതാ എല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങിട്ടോ. അതിന് മുന്നേ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളാണ് നടക്കുന്നത്. ഒക്കെ അങ്ങനെ അവിടെ ഫോട്ടോസ് എടുക്കണേ. ഒക്കെ അങ്ങനെ ഡ്രസ്സ് മാറ്റിയാണ്ട് ഒക്കെ ആക്കണ്. യെസ്, ഷെബുവിന്റെ ഡ്രസ്സ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത ഡ്രസ്സാട്ടോ. ഫോട്ടോസ് ഫോട്ടോഗ്രാഫർ റേന മാമി. സെറ്റായോ? യെസ്. റേനമായി ഫാമിലി ഫുള്ളായോ? ആ നമ്മളെ കല്യാണ ചക്കൻ അങ്ങനെ സാലേ കല്യാണ ചക്കൻ കിട്ടി. നമ്മളെ കല്യാണ ചക്കനാട്ടത് സഹൽ. ഫോട്ടോഗ്രാഫർ ഷെബു. അങ്ങനെ ഭിത്തി തുളച്ചെടുപ്പ് പോയിക്കണേ. അപ്പോൾ ഫോട്ടോഷൂട്ടും കാര്യം കഴിഞ്ഞത് അങ്ങോട്ട് 3 ആളെ ഡ്രസ്സും ഇന്ന് കല്യാണ തന്നെയത്തെ ഡ്രസ്സ് ഇതാട്ടോ. ഷെബും കാക്കും ഒരേമാതിരി. റനാമി റെഡ് കിളിയാണ്. അക്കി മാമി. ഷെബുവിൻ്റെത് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ്. കാക്കുവിൻ്റെ ഇവിടുന്ന് കരുനാമ്പള്ളിന്ന് വാങ്ങി. കഴിഞ്ഞ പ്രാവശ്യം ഡിസൈൻ ചെയ്യിച്ചാണല്ലേ. എന്തായാലും ഫോട്ടോഷൂട്ട് കാര്യങ്ങളും കഴിഞ്ഞ് ഇനി ഇവിടുത്തെ നമുക്ക് എത്ര മണിക്കൂറുണ്ട്? 1 മണിക്കൂറോളം ഇവിടുന്ന് ട്രാവൽ ഉണ്ട് അത്രേ. കാരണം ഇനി പെണ്ണിൻ്റെ വീട്ടിൽ പോകണം. പെണ്ണിൻ്റെ അവിടേക്കാണ് പോണത്. മണ്ഡപത്തേക്ക് അല്ല ഓഡിറ്റോറിയത്തേക്ക്. മണ്ഡപം വരുന്നത് ഏത്? ആ ഓഡിറ്റോറിയത്തിലല്ലേ? അവിടേക്കാണ് പോണത്. ഓഡിറ്റോറിയത്തിക്കല്ലേ പോണത്. ഞങ്ങൾ പിടിക്കും ഓഡിറ്റോറിയത്തിൽ കണ്ടഞ്ഞ് പോണത്. അപ്പൊ സെറ്റ്. ഷെബു ഫൈറ്റൊക്കെ തീർന്നു. പൊടിയാണ്. നമ്മളവിടെ നിന്ന് ഇറങ്ങിട്ടോ. നമുക്ക് ഇനി ഇവിടുന്ന് 1 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട് പെണ്ണിൻ്റെ വീട്ടിലെ. ഷെബു അധികം മടി കടന്ന് ഉറങ്ങിട്ടോ. നമ്മളെ വണ്ടിയിലാണ് കാക്കു കയറിയിട്ടുള്ളത്. പിന്നെ അതുണ്ട്, അച്ചുണ്ട്, റേനമാമിട്ട് നേരെ ബാക്കിലുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടുന്ന് കാക്കു ഇനി എന്താണ് അവിടെ പരിപാടി? മെഹന്തി കസിൻസ് എല്ലാരും കൂടി പോയിട്ട് ചെക്കനും എല്ലാരും പാടെ കൂടിയിട്ട് അങ്ങോട്ട് പോകും. അതല്ല പരിപാടി. പിന്നെ ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ടല്ലേ? അതായത് നമ്മളിന്ന് പെണ്ണിന് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് കൊണ്ടുപോയി കൊടുക്കും. നാളെ കല്യാണത്തിന് ഇട്ട് വരാല്ലേ. നമ്മള് ചെക്കനും ഫാമിലി മൊത്തമായിട്ട് ഇന്ന് പോവാണ് അങ്ങോട്ട്. അതല്ലേ പരിപാടി? യെസ്. അപ്പൊ അതാണ് പരിപാടി. അപ്പൊ ഇനി ഏതായാലും അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ അതാ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിട്ടോ. യെസ്. ഷെബുട്ടിയെ കുഞ്ഞ നീച്ചോ? ഇഞ്ച കുഞ്ഞാക്കണ് വൈറ്റും ഇട്ടിക്കണ കേട്ടോ. ഒന്നോന് ആ തുട്ടനോ പപ്പന്റെ പൊന്നോ ഇതാക്കണ്. ഇഞ്ച കുട്ടീന്റെ ഡ്രസ്സ് കണ്ടെങ്കില് ഇഞ്ച കുട്ടി സൂപ്പർ ആയിക്കണ്. കണ്ടു പപ്പ കണ്ടുപോയി. കണ്ടവിടെ ഉണ്ട്. കണ്ട ഡ്രസ്സ് കാണിച്ച പപ്പന്റെ പൊന്നെ. ഇവിടെ പോയി നടക്കുന്നതാണ് പെണ്ണിന് പുട കൊടുക്കൽ ചടങ്ങാട്ടോ. നമ്മളവിടെ നിന്ന് വന്ന ചെക്കൻ്റെ പെങ്ങളും കസിൻസും എല്ലാവരും പാടെയാണ് ഇത് കൊണ്ടുവരുന്നത് കേട്ടോ.
ഇത് നമ്മളെ അക്കിമാമാൻ്റെ വീട്ടിലില്ലേ കണ്ണപ്പനാട്ടോ. അക്കിമാമൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ആളാണ് നമ്മളെ കണ്ണപ്പൻ. അക്കിമാമൻ്റെ വീട്ടിലൊരു അംഗം പോലെ തന്നെ. കണ്ണപ്പന് പ്രത്യേകത ഉണ്ട്, കുട്ടികളെ കയ്യിലെടുക്കാൻ വേറൊരു കഴിവുണ്ട്, കുട്ടികളെ മാനേജ് ചെയ്യാൻ. കഴിഞ്ഞ വരവിന് ആദമിനേനു കേട്ടോ കണ്ടപ്പോ. കഴിഞ്ഞ വരവിന് ആദമിനേനു കഴിഞ്ഞ വരവിലേ കണ്ണപ്പന് ആദമിനെയും കൊണ്ടേനി. അപ്പൊ അതാ ഞങ്ങളെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാക്കുന്ന ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിട്ടോ. അല്ലാ റോഡ് ക്രോസ് ചെയ്യണം. ഇതേനു കേട്ടോ ഓഡിറ്റോറിയം, മൊനാർച്ച് ഓഡിറ്റോറിയം. പോരിച്ചോ പോവാ, കേറല്ലേ അതിനെ മേടിച്ചോടി എടി, അതിനെ മേടിച്ചേ കുട്ടിനെ വേണ്ടേ മേടിച്ചോ. അപ്പൊ ഞങ്ങൾ പോവാട്ടെ ഇവിടുന്ന്.